കൂട്ടുകാരെ, ഈ ആളുകൾ എന്തിനിപ്പോൾ ഈ ആത്മഹത്യ ചെയ്യണത്? ഇപ്പോൾ കുട്ടികൾ ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഇപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരാൾ ആ പണിക്ക് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നുകൊണ്ടാണ് കുടുംബ പ്രശ്നമുണ്ട്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക, മാറി താമസിക്കുക എന്നുള്ളതാണ്. എന്നിട്ടും പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുക. എന്നിട്ടും ഒരു പരിഹാരമില്ല, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വേർപിരിയുക. നമ്മൾ സഹിക്കണം, ക്ഷമിക്കണം, നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇനി ബാധ്യത കൊണ്ട് ആളുകൾ ഇതിന് മുതിരാറുണ്ട്. കടം കയറിയതിൻ്റെ പേരിൽ ആരെയും തല്ലിക്കൊന്നിട്ടില്ല. അപ്പോൾ നിയമവഴിക്ക് പോയാലും, ഞാൻ പറഞ്ഞ കട്ടിട്ടും മോഷ്ടിച്ചിട്ടും കൊന്നിട്ടൊന്നും അല്ലല്ലോ, അതിൻ്റെ പൈസയുടെ പ്രശ്നത്തിലല്ലേ പോണത്. കടം കയറിയതിൻ്റെ പേരിൽ അത് അന്തസ്സുറവായിട്ട് ആരും കാണണ്ട, അത് വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുക. പിന്നെ അവിടെയും ഈ പറഞ്ഞ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, നമ്മളൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ. പിന്നെ ചില ആളുകൾക്ക് ഈ ഫ്രസ്ട്രേഷൻ, മാനസിക സംഘർഷം കൂടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആരുമില്ല എന്ന് തോന്നൽ, ഒറ്റപ്പെടുത്തൽ വരുമ്പോൾ, എന്നെ അറിയാൻ കേൾക്കാൻ ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒറ്റബുദ്ധിക്ക് ഇത് തോന്നണതാണ്. അപ്പോൾ ഒറ്റബുദ്ധിക്ക് നമ്മൾ, അതായത് ആരും ഉണ്ടാവില്ലല്ലോ, നമ്മൾ കഴുത്തിൽ കുരുക്കിടും. പക്ഷേ രക്ഷപ്പെടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം അത് സാധിക്കില്ലല്ലോ. അപ്പോൾ എല്ലാ അപൂർവം മാത്രം എന്ത് പറയും, നമുക്ക് ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഒന്ന് ആരോടെങ്കിലും പറയുക, അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് സമാധാനമായി വന്നു കഴിഞ്ഞാൽ ദൈവം നമുക്ക് ആരോഗ്യവും ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ട്. ഒരു വാതിലടച്ചാൽ വേറൊരു വാതിൽ തുറന്നിടും. അതിലൊരാളുടെ സഹായം വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. പ്രൈവറ്റായിട്ടും ഗവൺമെൻറ്റിലൊക്കെ ഉണ്ട്, പൈസ കൊടുത്തു അല്ലാതെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആരും കേൾക്കാനില്ല എന്ന് വരുമ്പോഴാണ് ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചെയ്യുന്ന ആളുകൾ ഒരു സൂചന നൽകി കാണും, ഞാൻ മരിക്കാൻ പോവാന്ന്. ഇത് ഗൗനിക്കണം, ഇത് കാര്യത്തിലെടുക്കണം. ഈ ലോക ജീവിതം ഇത് തെളിവുള്ള ജീവിതം. മറ്റേ ഇനിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ ഇങ്ങനെയുള്ള പൊട്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടപ്പെടുക? നമുക്ക് തന്നെ നഷ്ടപ്പെടും. നമ്മുടെ കൊച്ചു മക്കളുണ്ടെങ്കിൽ അവരെ അത് ബാധിക്കും.